ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ റോൾ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ട സാധനങ്ങളാണ് 2 മീഡിയം സൈസിലുള്ള സവോള കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതെല്ലാം അടുപ്പിച്ച് വെച്ച ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിജീരകം, അതായത് ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തു. അതെല്ലാം പൊട്ടിക്കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഒത്തിരി ഫ്രൈ ഒന്നും ആകേണ്ട, ആ പച്ചമണമൊക്കെ മാറി ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇതെല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഉള്ളതെങ്കിൽ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുക്കണം കേട്ടോ. അത് നന്നായി വഴന്ന് കഴിയുമ്പം ഞാനിവിടെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ചെറുതായിട്ട് പിച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു കളറൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതാവുമ്പം എരിയും അധികം ഉണ്ടാകത്തില്ല, ഗ്രേവിക്ക് നല്ലൊരു കളറും കാണും കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മസാല. കൂടുതലായിട്ട് വേറെ മസാലകളൊന്നും വേണ്ട. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ച മണം അങ്ങ് മാറ്റിയെടുക്കണം. അതൊരുമാതിരി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് എല്ലാം ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ ഏകദേശം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി കഴിയുമ്പം നമ്മുടെ ചിക്കൻ റോളിനുള്ള മസാല ഇവിടെ റെഡിയാണ്. ഞാൻ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് സ്പ്രിംഗ് റോൾ പേസ്ട്രി എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൽ വെച്ചാണ് നമ്മൾ ഈ ഫില്ലിങ് അതിൽ നിറച്ചിട്ടാണ് ചിക്കൻ റോളിൻ്റെ പരുവത്തിൽ മടക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഞാൻ തീ ഓഫ് ചെയ്തു. ഇതിൻ്റെ ചൂടാറിയ ശേഷം ഒന്നുകൂടെ ഞാൻ നന്നായിട്ടൊരു സ്പൂണൊക്കെ വെച്ച് പാകത്തിന് എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഞാൻ ഓർക്കുന്നത്, നമുക്ക് മൈദാമാവില്ല ഒട്ടിക്കാൻ. അപ്പം ഇങ്ങനെ മടക്കി ഒരു ടെക്നിക്ക് ഒരു രീതിയിൽ ഞാൻ മടക്കി നോക്കി. അപ്പോൾ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ രീതി ഇങ്ങനെ നമുക്ക് മടക്കാം കേട്ടോ. ഒരു പക്ഷേ നമ്മളെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ മൈദാമാവൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിച്ച് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് വിട്ടൊന്നും പോകത്തൊന്നുമില്ല. എണ്ണയിലിടുമ്പോൾ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ചിക്കൻ റോളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. എന്താണെന്ന് വെച്ചാൽ സ്പ്രിംഗ് റോൾ ഷീറ്റ് പെട്ടെന്ന് ഒത്തിരി കട്ടിയുള്ളതൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് എല്ലാം നമ്മൾ ഓൾറെഡി വേവിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ 3-4 എണ്ണം എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. എണ്ണയ്ക്കകത്തോട്ട് ഇത് ഇട്ടപ്പോൾ തന്നെ ചെറുതായിട്ട് കളറ് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലേ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ എല്ലാ പണിയും പാളി മൊത്തം കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഞാനിത് പതുക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ചിക്കൻ റോളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായ ശേഷം പിന്നെയും എണ്ണയ്ക്കകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് കോരി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആ പാത്രത്തിൽ ഒരു ടിഷ്യൂവും കൂടെ വിരിച്ചു കൊടുക്കുക. അപ്പം ആ ടിഷ്യൂവിലേക്ക് അതിൽ ഉള്ള എണ്ണയും കൂടെ വലിച്ചെടുത്തോളും. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.